ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ മറൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസഫ് സംവിധാനം ചെയ്ത് ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് കളങ്കാവൽ. ചിത്രത്തിന്റെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ 11:11 ആരംഭിച്ചത്. ബുക്കിംഗ് ആരംഭിച്ച ഉടൻ മണിക്കൂറിൽ 1000, 1500, 2000 ടിക്കറ്റുകൾ വരെ ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ വൈകിട്ട് 5 മണിയോടെ പ്രീസെയിൽ ഘടനയിൽ 39 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള പ്രീസെയിൽ ഘടന വൈകിട്ട് 9 മണിയോടെ 50 ലക്ഷം മറികടന്നിട്ടുണ്ട്. സൗദി അറേബ്യ ഒഴികെ UAE, GCC രാജ്യങ്ങളിലെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെയോടെ ആരംഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നാളെ മുതൽ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ പുരോഗമിച്ചു വരികയാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടെ കൊച്ചിയിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രീ റിലീസ് ഇവന്റിൽ മമ്മൂട്ടി, വിനായകൻ എന്നിവരുൾപ്പെടെ സിനിമയിലെ പ്രധാന താരങ്ങളും അണിയറ പ്രവർത്തകരും പങ്കെടുത്തിരുന്നു. ഒട്ടനവധി സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സിനിമയിൽ പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശരിവെച്ചുകൊണ്ട് രജീഷ വിജയൻ ഉൾപ്പെടെ ഒട്ടനവധി നടിമാരും ഇന്ന് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ചടങ്ങിൽ 55 സെക്കൻഡ് ദൈർഘ്യമുള്ള സിനിമയുടെ പ്രീ റിലീസ് ടീസറും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗും കളക്ഷനും നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തേരെ ഇഷ്ക് മേം എന്ന ബോളിവുഡ് സിനിമ തന്നെയാണ്. ആനന്ദൽ റായ് സംവിധാനം ചെയ്ത ഒരു റൊമാന്റിക് മ്യൂസിക് ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ധനുഷ്, കൃതി സനോൻ, പ്രകാശ് രാജ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. തമിഴിനെ അപേക്ഷിച്ച് ഈ സിനിമ ഹിന്ദിയിലാണ് കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നത്. വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ നെറ്റ് കളക്ഷനായി ഈ സിനിമ 52 കോടി രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 62 കോടി സ്വന്തമാക്കിയ ഈ സിനിമ വിദേശ കളക്ഷനായി 6 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് 68 കോടി രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 4ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയും മണിക്കൂറിൽ 10,000, 12,000 ടിക്കറ്റുകൾ വരെ ഈ സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നും 15 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 80-85 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നിലവിൽ മികച്ച ട്രെൻഡിങ്ങോടെ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശ് തിരക്കഥ, ഛായാഗ്രഹണം നിർവഹിച്ച് ദിഞ്ചിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമ നവംബർ 21 വെള്ളിയാഴ്ചയായിരുന്നു തിയേറ്ററിലെത്തിയിരുന്നത്. ചിത്രത്തിന്റെ 10ാം ദിവസമായ ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2,39 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 17,35 ലക്ഷം രൂപയാണ് 10 ദിവസത്തെ കേരള കളക്ഷൻ. 11ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 65 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 18 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 29 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. എക്കോ സിനിമയ്ക്കൊപ്പം നവംബർ 21 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ് നായകനായി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത ഈ സിനിമ നിലവിൽ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ സിനിമ 10ാം ദിവസമായ ഞായറാഴ്ച കേരളത്തിൽ 19,25,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 10 ദിവസം കൊണ്ട് 5,10 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 11ാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 5,16 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 8.5-9 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. OTTയിൽ വന്നെങ്കിലും ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി, പ്രദർശനം, നസ്ലിൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക് അരുൺ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ഞായറാഴ്ചയോടെ 95 ദിവസമാണ് തിയേറ്ററിൽ പൂർത്തിയായത്. ഈ സിനിമയുടെ 95 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 121,89 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 302 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത DS0 ഇന്നലെ ഞായറാഴ്ചയുടെ 31 ദിവസമാണ് പൂർത്തിയായത്. 31ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ 2,90,000 രൂപയായിരുന്നു. അങ്ങനെ 37,63 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ 82,17 ലക്ഷം രൂപയുമാണ്. ദുൽഖർ സൽമാൻ നായകനായി സെൽവമണി സെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് നവംബർ 14 തമിഴിലും തെലുങ്കിലുമായി തിയേറ്ററിലെത്തിയ സിനിമയാണ് കാന്ത. ഈ സിനിമ 17ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 1,10,10,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 4,95 ലക്ഷം രൂപയിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 35 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.